ഹലോ ഗായ്സ്, എല്ലാവർക്കും ലൈഫ് ആൻഡ് ലിവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നും നമ്മളൊരു സ്റ്റഡി വ്ളോഗായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ലൈറ്റ് നൈറ്റ് സ്റ്റഡി വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഹിസ്റ്ററിയാണ് പഠിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. കാരണം എനിക്ക് രാവിലെ ഇരിക്കുന്നതിനെക്കാട്ടി രാത്രി ഇരുന്ന് പഠിച്ചാൽ കുറച്ചുകൂടി നല്ല എളുപ്പമാണ് കേട്ടോ പഠിക്കാൻ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ പോലെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏത് സമയമാണ് ബെറ്റർ എന്ന് തോന്നിയിട്ട് ആ സമയം വെച്ച് സ്കെഡ്യൂൾ ചെയ്ത് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ബെറ്റർ ആയിട്ട് തോന്നും കേട്ടോ. അപ്പോൾ എനിക്ക് പൊതുവേ ലൈറ്റ് നൈറ്റ് ഇരിക്കാനാണ് ഇഷ്ടം. അപ്പോൾ ഇന്ന് ഞാൻ ഹിസ്റ്ററിയാണ് പഠിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഒരു 3-2 ചാപ്റ്റേഴ്സ് കവർ ചെയ്യാനുള്ള ടൈമേ ഉള്ളൂ. കാരണം ഞാൻ പഠിക്കാതിരുന്നപ്പോൾ തന്നെ ഏകദേശം ഒരു 9:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഏകദേശം എത്ര പാടെ തീർക്കാൻ പറ്റുന്ന അറിയില്ല. എന്തായാലും ഞാൻ പഠിക്കാനിരുന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെയാണ് ടൈം എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾ ടൈം സെറ്റ് ചെയ്തിട്ട് പഠിക്കുക. അപ്പോൾ ഇനിയിപ്പോൾ ഗായ്സ് എന്തായാലും എക്സാമിന് വളരെ കുറച്ച് സമയമുള്ളൂ. അപ്പോൾ നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ട സമയമാണിത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഡിസ്ട്രാക്ഷൻസ് വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ നിന്നൊക്കെ പിന്തിരിഞ്ഞ് വരിക. അപ്പോൾ നമുക്ക് ഫോണാണെങ്കിലും TV ആണെങ്കിലും അതൊക്കെ മാറ്റി വയ്ക്കുക. കാരണം ആ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെയും ചെയ്യാൻ പറ്റും. പക്ഷേ എക്സാമിന് ഈ ഒരു ടൈമിൽ മാത്രമേ പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും എക്സാമിൻ്റെ ഈ സമയത്ത് എല്ലാ ഡിസ്ട്രാക്ഷൻസും ഒഴിവാക്കി മാക്സിമം പഠിക്കാൻ വേണ്ടി ടൈം കണ്ടെത്തണം ഗായ്സ്. അപ്പോൾ ഗായ്സ്, ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ടോപ്പിക്സ് ഉണ്ടാവുമല്ലോ, അതുപോലെ തന്നെ ഓരോ ചാപ്റ്റേഴ്സിലും. അപ്പോൾ അതൊന്ന് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊരു A4 ഷീറ്റിലേക്ക് മാറ്റി എഴുതുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുന്ന സമയത്ത് ആ ടോപ്പിക്സ് ഒന്ന് നോക്കിയാൽ മതിയാവും. അപ്പോൾ നമുക്ക് ഓർമ്മയിൽ ഉണ്ടാവുമല്ലോ ഏതൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ എക്സാമിൻ്റെയൊക്കെ ആ സമയത്ത് ഞാനിങ്ങനെ അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ A4 ഷീറ്റിൽ എഴുതി വെക്കുന്നിട്ട് എക്സാമിൻ്റെ ആ സമയത്ത് ഒന്ന് റിവൈസ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മയിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ സ്മാർട്ടായിട്ടുള്ള രീതികൾ മാക്സിമം ഉപയോഗിക്കാൻ നോക്കുക. അല്ലാതെ നമ്മൾ കുറേ ഇരുന്ന് വായിച്ചിട്ട് കാര്യമില്ല. എന്തായാലും നമുക്ക് എങ്ങനെയാണ് പഠിക്കാൻ നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള ആ വഴികളൊക്കെ നമ്മൾ കണ്ടെത്തിയേ പറ്റൂ ഗൈസ്. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ രാത്രി ഇരിക്കുന്നതിന് മെയിനായിട്ടുള്ള കാര്യം അതാണ്. ഒരു ഡിസ്ട്രാക്ഷൻസും ഉണ്ടാവില്ല, നമുക്ക് സുഖമായിട്ട് പഠിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഗായ്സ്, നമ്മൾ പഠിത്തം പിന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ നോക്കാൻ സമയം ഉണ്ടാവില്ല. അതുപോലെ തന്നെ ടൈം ഉണ്ടെന്ന് വിചാരിച്ച് ലാസ്റ്റ് ഒന്നും നോക്കാൻ നമുക്ക് സമയം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ അപ്പം പറ്റണത് നിങ്ങളെ കൊണ്ട് എന്താണ്, ഒരു ടോപ്പിക്കെങ്കിൽ ഒരു ടോപ്പിക്ക് അപ്പം പഠിച്ച് തീർക്കുക. കാരണം ആ ഒരു ടോപ്പിക്ക് പിന്നീട് നമുക്ക് നോക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഹാർഡായ ടോപ്പിക്സ് ഒന്നും കൺഫ്യൂഷൻ ചെയ്യുന്ന ടോപ്പിക്സ് എന്നൊക്കെ നമ്മൾ ആദ്യം പഠിക്കാനിരിക്കുക. കാരണം പിന്നീട് നമുക്കത് ലാസ്റ്റായിട്ട് ആകെപ്പാടെ ഒരു പ്രശ്നമായിട്ട് തോന്നില്ല. ഫസ്റ്റ് തന്നെ അങ്ങനത്തെ ടോപ്പിക്സ് ഒക്കെ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ പൊതുവേ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. രണ്ടും തമ്മിൽ മാറിപ്പോകുന്നുള്ള ടോപ്പിക്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് നമ്മൾ ആദ്യം തന്നെ പഠിച്ചു തീർക്കട്ടോ. അപ്പോൾ കാരണം നമുക്ക് പിന്നെ എക്സാമിൻ്റെ ആ സമയത്തൊന്നും കൺഫ്യൂഷൻ ഇല്ലാതെ, കാരണം അത് കൃത്യമായിട്ട് പഠിച്ചുള്ളത് കൊണ്ട് കുഴപ്പമില്ലാതെ എഴുതാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും നന്നായിട്ട് പ്രിപ്പയർ ചെയ്തേ പറ്റുള്ളൂ. കാരണം നമ്മുടെ ബോർഡ് എക്സാമിന് അനുസരിച്ചിരിക്കും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ എന്തായാലും ഇതുവരെ തുടങ്ങിയിട്ടില്ലെങ്കിലും നമ്മൾ ഇനിയുള്ള ടൈം നന്നായി യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായി മാർക്ക് മേടിക്കാൻ പറ്റും. അപ്പോൾ ഒരു ദിവസം ഏകദേശം ഒരു 6 മണിക്കൂറോ അതിലേറെ പഠിക്കാൻ നോക്കുക. എന്നാൽ തന്നെ നമുക്ക് നല്ലൊരു മാർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പഠിക്കുന്ന ടൈം ഓരോരോ സെഷൻസായിട്ട് മാറ്റി വെക്കുക. അപ്പോൾ ആദ്യത്തെ ഒരു സെഷൻ കഴിഞ്ഞ് പിന്നെ ബ്രേക്ക് എടുക്കുക, പിന്നെ അങ്ങനത്തെ രണ്ടാമത്തെ സെക്ഷൻ അങ്ങനെ എടുക്കണം. അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല പഠിത്തം. അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാകും, കുറേ നേരം ഇരുന്ന് പഠിക്കും പക്ഷെ ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഒരു സെഷൻ കഴിഞ്ഞിട്ട് അടുത്ത സെഷനിൽ ഇരിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിച്ച സെഷനിൽ എന്തൊക്കെയായിരുന്നു എന്ന് ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കുക. അല്ലെങ്കിൽ നമ്മൾ ആ പോയിന്റ് ആക്കി എഴുതിയിട്ടുള്ള ഒന്ന് ജസ്റ്റ് റിവൈസ് ചെയ്യുക. അപ്പോൾ നമുക്കൊന്ന് കത്തോട്ടോ ഏതൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടായി തോന്നുള്ളൂ. അപ്പോൾ എല്ലാവരും തന്നെ നന്നായി എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ് ഗൈസ്. അപ്പോൾ നമ്മൾക്ക് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ 2 ആഴ്ച മാറ്റി വെച്ചിട്ട് നന്നായി പഠിക്കുക. അപ്പോൾ ഏകദേശം 2 മണി ആവാറായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പഠിത്തത്തിൻ്റെ ലെവലിൽ കഴിയാറായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.